മക്കളും ബന്ധുക്കളുമെല്ലാം ഉണ്ടായിട്ടും ആരുമില്ലാതെ അനാഥരെപ്പോലെ വിധിയെ പഴിച്ചുകൊണ്ട് കഴിയുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട് കേരളത്തിലെ വൃദ്ധസദനങ്ങളിലും തെരുവുകളിലും. സാക്ഷരരുടെ കാര്യത്തിൽ മാത്രമല്ല, വൃദ്ധസദനങ്ങളുടെ എണ്ണത്തിലും കൊച്ചു കേരളം രാജ്യത്ത് ഏറ്റവും മുന്നിലാണ്. ഒരു ജീവിതകാലം മുഴുവൻ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി ജീവിതം ഹോമിച്ച പല മാതാപിതാക്കൾക്കും അവസാനം ലഭിക്കുന്നത് വൃദ്ധസദനങ്ങളോ തെരുവുകളോ ആണ്. സ്കൂൾ 20 പൈസയ്ക്ക് പച്ചക്കറി വാങ്ങി മടങ്ങുന്ന ആ വൃദ്ധയെ ഒരു കറുത്ത മെഴ്സിഡീസ് കാറ് തള്ളിയിട്ടു. അവർക്ക് തന്റെ വലത്തെ കാല് ചതഞ്ഞുവെന്ന് തോന്നി. പക്ഷേ അയ്യോ എന്ന് നിലവിളിക്കുവാൻ കൂടി നാവുയർന്നില്ല. വേദന അവരെ അത്ര കണ്ട് മരവിപ്പിച്ചിരുന്നു. കാറ് ഒരു സീൽക്കാരത്തോടെ ധൃതിയിൽ ഓടിപ്പോയി. വൃദ്ധ ചിതറിക്കിടക്കുന്ന വെണ്ടയ്ക്കകളുടെ ഇടയിൽ ആ തെരുവിൽ ഒരു പൊളിഞ്ഞ പാവയെപ്പോലെ അങ്ങനെ കൊഴിഞ്ഞുകിടന്നു. വേദന എല്ലാ അവയവങ്ങളെയും മരവിപ്പിച്ചിരുന്നു. എങ്കിലും എപ്പോഴും ഒരു കൊഴുത്ത വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന ആ കണ്ണുകൾക്ക് മരവിച്ചയുണ്ടായിരുന്നില്ല. വെളുത്ത സാരിയിൽ ഒരു ചുവന്ന വൃത്തം വളർന്നു വികസിച്ചു വരുന്നത് അവർ നോക്കിക്കൊണ്ടിരുന്നു. തന്റെ സൈക്കിൾ നിർത്തി ഒരു പാൽക്കാരൻ അവരുടെ അടുത്തേക്ക് ചെന്നു. എന്തുപറ്റി അമ്മേ? അയാൾ ചോദിച്ചു. കാറ് ആ വൃദ്ധയെ തട്ടിയിടുന്നത് അയാൾ കണ്ടിരുന്നു. അമ്മേ എന്ന ആ വിളി കേട്ടപ്പോൾ വൃദ്ധയ്ക്ക് കുറച്ചു ശക്തി വീണ്ടു കിട്ടിയ പോലെ അനുഭവപ്പെട്ടു. കാരണം കുറച്ചു കൊല്ലങ്ങളായി അവരെ അങ്ങനെ ആരും സംബോധന ചെയ്തിട്ട്. 5 or 6 കൊല്ലങ്ങൾക്ക് മുൻപ് തന്റെ മക്കൾ അമ്മേ അമ്മേ എന്ന് എത്ര തവണ വിളിച്ചിരുന്നു. അന്നവർ തന്നെ ഉപേക്ഷിച്ച് പുറം രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരുന്നില്ല. അന്ന് താനും സ്നേഹിക്കപ്പെട്ടവളായിരുന്നു. എത്ര തുണികൾ അലക്കിക്കഴിഞ്ഞു തന്റെ കൈകൾ കൊണ്ട്. എത്ര ഊണുകൾ ഉണ്ടാക്കി ഊട്ടിക്കഴിഞ്ഞു. ഇനി ചെയ്യാൻ ബാക്കിയൊന്നുമില്ലെന്ന സ്ഥിതിയായി. മക്കൾ ഭാര്യമാരെയും കൊണ്ട് രാജ്യം വിടുകയും ചെയ്തു.